ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following pair is incorrect? തന്നിരിക്കുന്ന പെയറിൽ ഇൻകറക്റ്റ് കണ്ടെത്താനാണ്. അതിൽ ഓപ്ഷൻ ഡി കേർട്ട് ലെവിൻ ഡിസ്കവറി ലേണിംഗ്. ആക്ച്വലി ഡിസ്കവറി ലേണിംഗ് ഫൗണ്ട് ചെയ്തത് ബ്രൂണറാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് അതൊക്കെ ശരിയാണ്. സ്കിന്നർ ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ്, പസിൽ ബോക്ക് തോണ്ടക്. ഡിസ്കവറി ലേണിംഗ് ആരാണ്? ബ്രൂണറാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, യൂസിങ് ബ്രെയിൻ സ്റ്റോം ഇഫക്റ്റീവ്ലി ഈസ് എ ടീച്ചർ-സെൻറ്റേഡ് അപ്രോച്ച്, ലേണർ-സെൻറ്റേഡ് അപ്രോച്ച്, ബിഹേവിയറിസ്റ്റ് അപ്രോച്ച്, സബ്ജക്ട്-സെൻറ്റേഡ് അപ്രോച്ച്. ഇതെല്ലാവർക്കും അറിയുന്ന ആൻസർ ആയിരിക്കും. Option B, learner-centered approach. Third question, according to Piaget, understanding the rules and regulation of a game is the feature of sensorimotor stage, pre-operational stage, concrete-operational stage, formal operational stage. പിയാഷയുടെ അഭിപ്രായത്തിൽ ഒരു ഗെയിമിൻ്റെ റൂൾസും റെഗുലേഷൻസും മനസ്സിലാക്കുന്നത് ഏത് ഫീച്ചറാണെന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ഇവിടെ സെൻസറി മോട്ടോർ എന്ന് പറയുന്നത് കുട്ടിയുടെ 2 വയസ്സിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഇത് ആ കുട്ടിയും ആ കുട്ടിയുടെ എൻവയൺമെൻറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസമായിരിക്കും. അവരുടെ സെൻസ്, അവരുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അവർക്ക് ചുറ്റുമുള്ളത് പഠിക്കാൻ അവരുടെ ഇന്ദ്രിയം യൂസ് ചെയ്യും. ഇതാണ് സെൻസറി മോട്ടോർ. ഇത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് പിയാഷയുടെ തിയറിയുമായിട്ടാണ് കേട്ടോ. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് പിയാഷയുടെ കൊഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയായിട്ട് ബേസ് ചെയ്തിട്ടാണ്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 2 വയസ്സിൽ തുടങ്ങിയിട്ട് കുട്ടിയുടെ 7 വയസ്സ് വരെ നീണ്ടു നിൽക്കും. ഈ ഒരു പീരീഡ് കുട്ടികൾ സിംബോളിക്കൽ ലെവലിലാണ് ചിന്തിക്കുന്നത്. കൊഗ്നേറ്റീവ് ഓപ്പറേഷൻസ് ഒന്നും അവിടെ യൂസ് ചെയ്യുന്നില്ല. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് പിയാഷയുടെ കൊഗ്നേറ്റീവ് തിയറിയുടെ 3rd സ്റ്റേജാണ്. ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു പീരീഡിൽ 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഡെവലപ്മെൻറ്റാണ് ഇതിൽ പറയുന്നത്. ഇതിൽ കുട്ടികൾ റാഷണലായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു നോളേജ് അവർ ഉണ്ടാക്കിയെടുക്കും. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് 4th ആൻഡ് ഫൈനൽ സ്റ്റേജ് ഓഫ് പിയാഷയുടെ കൊഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയുടെയാണ് കേട്ടോ. ഇതിൽ 12 വയസ്സ് മുതൽ അഡൽട്ട്ഹുഡ് വരെയാണ് ഇതിൻ്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഈ ഒരു പീരീഡിൽ കുട്ടികൾ കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കാനും, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മാത്തമാറ്റിക്കലി അല്ലെങ്കിൽ ഒബ്സ്ട്രാക്റ്റായി കുറച്ചും കൂടി ആഴത്തിലേക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള കഴിവ് കുട്ടികളിൽ ഉണ്ടാകുന്നു. 4th ക്വസ്റ്റ്യൻ, വിച്ച് among the following is not a secondary sexual characteristics in females? ഓക്കെ, അപ്പോൾ നോട്ട് എ സെക്കൻഡറി സെക്ഷൽ ആണ്, സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല, നോട്ട് എ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്. Option A, hip becomes wider, body fat increases, Adam's apple development, enlargement of mammary glands. Okay, അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആഡംസ് ആപ്പിൾ ഡെവലപ്മെൻ്റ് ആണ്. ആഡംസ് ആപ്പിൾ ലേഡീസിന്, ഫീമെയിലിന് ഉണ്ടാവില്ല. ഓക്കെ, 5th ക്വസ്റ്റ്യൻ, റെമഡിയൽ ടീച്ചിങ് പ്രിസീഡ്സ്. റെമഡിയൽ ടീച്ചിങ് ആണ്. ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഫോമാറ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ ആൻഡ് CCE. ദ ആൻസർ ഈസ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഫോമാറ്റീവ്, സമ്മേറ്റീവ് അസസ്മെൻറ്റ് എല്ലാവർക്കും അറിയായിരിക്കാം. ഒന്നും കൂടി പറയാം. ഫോമാറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു കോഴ്സിൻ്റെ ഉടനീളം ഒരു കുട്ടി എങ്ങനെ പഠിച്ചു എന്നതാണ്. ഫോമാറ്റീവ് എങ്ങനെ പഠിച്ചു. സമ്മേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു കോഴ്സിൻ്റെ ഉടനീളം ആ കുട്ടി എന്തൊക്കെ പഠിച്ചു എന്ന കാര്യമാണ്. ഫോമാറ്റീവ് എങ്ങനെ പഠിച്ചു, സമ്മേറ്റീവ് എങ്ങനെയൊക്കെ പഠിച്ചു എന്നതിൻ്റെ ഇവാലുവേഷനാണ്. കണ്ടിന്യൂസ് കോംപ്രഹെൻസീവ് ഇവാലുവേഷനാണ് CCE എന്ന് പറയുന്നത്. ഇതിലെ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു കുട്ടിയിലെ എല്ലാ ആക്ടിവിറ്റീസും എടുക്കും. ഒരു കുട്ടിയുടെ വികസനത്തിന് വേണ്ട എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ അതെല്ലാം ടോട്ടലാക്കി എടുത്തുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ CCE എന്ന് പറയുന്നത്. 6th ക്വസ്റ്റ്യൻ, ദ കോമൺ ഈറ്റിംഗ് ഡിസോർഡർ അഫക്റ്റഡ് ബൈ അഡോളസെൻറ്റ് ഫീമെയിൽ ഈസ്. ഫീമെയിൽ അഡോളസെൻറ്റിൽ കണ്ടുവരുന്ന ഈറ്റിംഗ് ഡിസോർഡറാണ്, സാധാരണയുള്ള ഈറ്റിംഗ് ഡിസോർഡറാണ്. അനോറെക്സിയ നെർവോസ, ബൾമീനിയ നെർവോസ, ബിഞ്ച് നെർവോസ, എക്സസീവ് ഈറ്റിംഗ്. ഈ പറയുന്ന 4ഉം ഈറ്റിംഗ് ഡിസോർഡറാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, അനോറെക്സിയ നെർവോസ. ഇത് ഭക്ഷണ ക്രമക്കേടാണ്. അഡോളസെൻസിൽ ഭക്ഷണ ക്രമക്കേട് കാരണം അവർക്ക് തടിക്കുകയും അല്ലെങ്കിൽ മെലിയൊക്കെ ചെയ്യുമല്ലോ. അത് അവരെന്ത് കഴിക്കുന്നു എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസോർഡറാണ് അനോറെക്സിയ നെർവോസ. ബൾമീനിയ നെർവോസ എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ച ഉടനെ വയറ് കാലിയാവുകയാണ്. നമ്മൾ എത്ര കഴിച്ചാലും വീണ്ടും വീണ്ടും വിശക്കുന്ന ആ ഒരു ഫീല്. ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ കഴിക്കും, പക്ഷേ നമുക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാലും നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയുന്നത്. 7th ക്വസ്റ്റ്യൻ, ദ സ്കിൽ ഓഫ് നെഗോഷിയേഷൻ ഓഫ് എ ടീച്ചർ ക്യാൻ ബി യൂസ്ഫുൾ ഇൻ. ഓപ്ഷൻ എ പ്രിപ്പറേഷൻ, ഓപ്ഷൻ ബി ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, ഓപ്ഷൻ സി ഡെലിവറിങ് ലെസൺസ്, ഓപ്ഷൻ ഡി ഫെസിലിറ്റേഷൻ. ഇതിലെ കറക്റ്റ് ആൻസർ ക്ലാസ് റൂം മാനേജ്മെൻ്റ് ആണ് കേട്ടോ. ഇവിടെ നെഗോഷിയേഷൻ ഓഫ് എ ടീച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെഗോഷിയേഷൻ എന്ന് പറയുമ്പോൾ ചർച്ചകൾ എവിടെയാണ് നടക്കുക? ക്ലാസ് റൂമിലാണ്. മറ്റു ഓപ്ഷൻ ഒന്നും ചർച്ചകൾ നടക്കുന്നതല്ല. 8th ക്വസ്റ്റ്യൻ, ഹു എംഫസൈസ്ഡ് ദ റോൾ ഓഫ് കൾച്ചർ ഇൻ ലേണിംഗ്. ഓപ്ഷൻ എ പിയാഷെ, ബി ബ്രൂണോ, സി വൈഗോട്സ്കി, ഡി ഓസ്ബൽ. എല്ലാവർക്കും അറിയുന്ന ആൻസർ ആയിരിക്കും ഓപ്ഷൻ സി വൈഗോട്സ്കി. Next question 9. Development of social consciousness is one of the
aim of inclusive education, value education, moral education, vocational education. ഓപ്ഷൻ എ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരേ ക്ലാസ്സിൽ ഒരേ സ്കൂളിൽ ഒരേപോലെ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു രീതിയാണ്. ഓക്കെ, ഇതിൽ ട്രഡീഷണലി എക്സ്ക്ലൂഡ് ചെയ്ത ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ എന്താ പറയുക, ഒരു ടീച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നതാണ്. 10th question. A child's uncontrollable and irrational fear of seeing a cat can be explained by social learning, operant conditioning, classical conditioning, none of the above. ഓപ്ഷൻ സി ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് കറക്റ്റ് ആൻസർ. ക്ലാസിക്കൽ കണ്ടീഷനിങ് പൗലോടെയാണ് കേട്ടോ. ഒപ്പാരൻ്റ് കണ്ടീഷനിങ്ങോ സ്കിന്നറുടെയാണ്. ഒപ്പാരൻ്റ് കണ്ടീഷനിങ് എങ്ങനെയാണ്? റിപ്പീറ്റ് ചെയ്തിട്ട്, ലേണിംഗ് ബൈ റിപ്പീറ്റിംഗ്. ഓക്കെ. Question 11. Integration of assessment and learning occurs. Option A. Diagnostic assessment, B. Formative assessment, C. Summative assessment, D. Self-assessment. ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ബി ഫോമാറ്റീവ് അസസ്മെൻ്റ് ആണ്. ഇൻ്റഗ്രേഷൻ അസസ്മെൻറ്റും ലേണിങ്ങും കൂടി വരുന്നത് ഫോമാറ്റീവ് അസസ്മെൻ്റ് ആണ്. Question 12. A slow learner has ഓപ്ഷൻ എ average intelligence, B. below average intelligence, C. above average intelligence, D. high intelligence. ഇത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതാണ് ആൻസർ. ഓപ്ഷൻ ബി below average intelligence. Question 13. Taking private tuition by teacher is against NCF 2005, KSCF 2007, RTE Act, none of the above. ഓപ്ഷൻ സി RTE Act ആണ്. RTE എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. സെക്ഷൻ 28 ഒരു ടീച്ചേഴ്സും പ്രൈവറ്റ് ട്യൂഷനോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ടീച്ചിങ് ചെയ്യാനോ പാടില്ല. ആ ഒരു നിയമം ഏതിലാണ്? RTE ആക്ടിലാണ്. Question 14. The idea life space is associated with Brunner, Vygotsky, Kurt-Lewin, Piaget. Option C. Kurt-Lewin. Question 15. Which stage of creativity is characterized by the aha moment? Aha moment. Option C. Illumination. That is the correct answer. Question 16. Conducting term and examination is an example of summative evaluation. Okay. Option C. Summative evaluation. According to Freud, which state is characterized by complete formation and functioning of ego and superego? Anal stage, phallic stage, latency stage, genital stage. The answer is option D, genital stage. Genital stage is the final stage. Okay, ഇവിടെ സ്ട്രോങ് സെക്ഷൽ ഇൻട്രസ്റ്റ് ആളുകൾക്കിടയിൽ ഉണ്ടാവുന്നു എന്നതാണ് ജെനറ്റൽ സ്റ്റേജ്. ലാറ്റൻസി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സമപ്രായക്കാരിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. ഫാലിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഏകദേശം സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമല്ലോ കുട്ടികളിൽ, അത് ഏകദേശം 3 വയസ്സിൽ തന്നെ തുടങ്ങുമെന്നാണ് പറയുന്നത്. ആനൽ സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജാണ്. ഇതിൽ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ബവൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ബ്ലാഡറിങ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്, ആനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ ഈ സെക്കൻഡ് സ്റ്റേജിലാണ് കുട്ടികൾ പഠിച്ചു തുടങ്ങുന്നത്. Question 18. The main hindrance of transfer of learning is option A. ability to generalize, B. teacher-centered methods, meaningful materials, student-centered method. The correct answer is option B. teacher-centered method. Question 19. According to KCF 2007, English language learning could be started in preschool, standard 1, standard 2, standard 3. The answer is option B. standard 1. The word adolesceo is from dash language, Greek, Latin, Roman, Persian. The correct answer is option B, Latin. Question 21. A student in your class avoids every opportunity for writing and drawing because he has a problem of mirror writing. This may be due to dyspraxia, dyslexia, dyscalculia, dysgraphia. ക്ലാസ്സിലെ കുട്ടിക്ക് എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് ഉള്ളതിനെ അല്ലെങ്കിൽ മിറർ റൈറ്റിംഗ് അങ്ങനെയുള്ള കാരണമാവുന്നതിനെ നമ്മൾ എന്താ പറയുക? ദാറ്റ് ഈസ് ഡിസ്ഗ്രാഫിയ. ഓപ്ഷൻ ഡി, ഡിസ്ഗ്രാഫിയ. Question 22. Learning requires through rewards is the principle of Thorndike, Skinner, Brunner, Bandura. എന്താണ് ലേണിംഗ് എങ്ങനെയാണ്? ത്രൂ പ്രാക്ടീസ് ആൻഡ് റിവാർഡ്. അത് ആരുടെ പ്രിൻസിപ്പിൾ ആണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ക്വാളിറ്റേറ്റീവ് അസസ്മെന്റ്, ഓക്കെ, ബി ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ച്, സി സെഗ്രിഗേഷൻ, ഡി ഹോളിസ്റ്റിക്. ദ ആൻസർ ഈസ് സി സെഗ്രിഗേഷൻ. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക, ബാക്കിയൊക്കെ എന്താണ് ഇൻക്ലൂസീവിൻ്റെ ഫീച്ചേഴ്സിൽ പെടുന്നതാണ്. Question 23. Among the following, which is not the features of inclusive education? Question 24. Learning happens through the meaningful integration between new and previously studied material is the principle of Brunner, Ausubel, Thorndike, Piaget. Option B, Ausubel. അപ്പോൾ എങ്ങനെയാണ്? പഴയതും
അതുപോലെ പുതിയതും ആ രണ്ട് മെറ്റീരിയലുകളും കൂടിയിട്ടാണ് പഠിക്കുന്നത് എന്ന ആ ഒരു തിയറി കൊണ്ടുവന്നത് ഓസ്ബലാണ്. ക്വസ്റ്റ്യൻ 25. ലാസ്റ്റ് ലേൺ തിങ്സ് വിൽ ബി ബെസ്റ്റ് റിമെമ്പേർഡ് ഈസ് ബേസ്ഡ് ഓൺ വിച്ച് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒന്നായിരിക്കും. കാരണം നമ്മൾ ലാസ്റ്റ് പഠിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ടാവും അല്ലേ. അത് നമ്മൾ മൊബൈൽ ആക്ടിവിറ്റി ആയിട്ട് നോക്കിയാൽ മതി. റീസെൻ്റ് എന്നുണ്ടാവില്ലേ, നമ്മൾ ലാസ്റ്റ് എടുത്ത എന്തെങ്കിലും ആപ്പോ എന്താണോ അത് റീസെൻ്റ് എന്നുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ മെമ്മറിയിൽ ലാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സാധനം ദാറ്റ് ഈസ് റീസെൻസി. ഓപ്ഷൻ ബി റീസെൻസി. ക്വസ്റ്റ്യൻ 26. ദ റോൾ ഓഫ് എ ടീച്ചർ ഇൻ എ കോൺസ്ട്രക്റ്റീവ് ക്ലാസ് റൂം ഈസ് ഇൻസ്ട്രക്ടർ, മോഡറേറ്റർ, ഫെസിലിറ്റേറ്റർ, ട്രെയിനർ. ഒരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ എന്ത് റോളാണ് ഉണ്ടാവുക? അത് ഫെസിലിറ്റേറ്റർ ആണ് കേട്ടോ. ഓപ്ഷൻ സി ഫെസിലിറ്റേറ്റർ. മോഡറേറ്ററും ട്രെയിനറും ഇൻസ്ട്രക്ടറും എന്നല്ല, അതിലുപരി ഫെസിലിറ്റേറ്റർ ആണ്. ഇതൊരു കൺഫ്യൂസിങ് ആക്കാനുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. സീറോ റിജക്ഷൻ പോളിസി ഈസ് കണക്റ്റഡ് വിത്ത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, ഓൾ ദി എബോവ്. അപ്പോൾ ഏതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇപ്പോൾ തന്നെ 3 തവണ റിപ്പീറ്റഡ് ആണ്. വേറെയും കുറേ റിപ്പീറ്റഡ് ആണ്, പക്ഷേ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കുറച്ചുകൂടി റിപ്പീറ്റഡ് ആണ്. അപ്പോൾ ഫോക്കസ് ഓൺ ദാറ്റ്. ഓക്കെ. ക്വസ്റ്റ്യൻ 28. പ്രിപ്പയറിംഗ് എക്സലൻറ്റ് ലെസൺ പ്ലാൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, റൈറ്റിംഗ് സ്കിൽ, ഓർഗനൈസേഷണൽ സ്കിൽ, ഡിസിപ്ലിൻ സ്കിൽ. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ഓർഗനൈസേഷണൽ സ്കില്ലാണ്. ലെസൺ പ്ലാൻ നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്ത് പോയാൽ ക്ലാസ് നന്നായി നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ക്വസ്റ്റ്യൻ 29. വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് ലേണിംഗ്? കോപ്പറേറ്റീവ് ലേണിങ്ങിൽ അല്ലാത്തത് ഏതാണ് തന്നിരിക്കുന്നതിൽ? പോസിറ്റീവ് ഇൻറ്റൻസ്, ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി, ഗ്രൂപ്പ് പ്രോസസ്സിംഗ്, ഓട്ടോണമി ഓഫ് ലേണർ. അപ്പോൾ ഓപ്ഷൻ ഡി ഓട്ടോണമി ഓഫ് ലേണർ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ 13. പ്രോബ്ലം സെൻറ്റർഡ് ടീച്ചിങ് ഹാപ്പൻസ് ഇൻ മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ, ഓൾ ദി എബോവ്. അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ സി റിഫ്ലക്റ്റീവ് ലെവലാണ് കേട്ടോ. പ്രോബ്ലം സെൻറ്റർഡ് ടീച്ചിങ് ഹാപ്പൻസ് ഇൻ റിഫ്ലക്റ്റീവ് ലെവൽ. Question 31. A student works hard in school to get a bicycle offered by his father for his good grade is an example of intrinsic motivation, negative reinforcement, punishment, extrinsic motivation. അപ്പോൾ അത് ഏതായിരിക്കും? അത് വളരെ എളുപ്പമാണല്ലോ. അത് ഓപ്ഷൻ ഡി എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിവാർഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പണിഷ്മെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയാം. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലഷർ മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫണ്ണിന് വേണ്ടി ഒരു ചലഞ്ചിന് വേണ്ടി ചെയ്യുക. സ്വന്തം സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് അതിൽ, അല്ലാതെ എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലല്ല, സ്വയം ഒരു ഹാപ്പിനെസ് കാണുന്നത്. അതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. Question 32. The spiral curriculum is associated with Piaget, Bruner, Skinner, Pavlov. ഓപ്ഷൻ ബി ബ്രൂണർ. ദ സ്പൈറൽ കരിക്കുലം ആരുടെയാണ്? ബ്രൂണറുടെയാണ് കേട്ടോ. ഈ ഒരു 4-5 പേര് പിയാഷെ, ബ്രൂണർ, സ്കിന്നർ, പൗലോ, ഓസബൽ ഇവരെക്കുറിച്ച് നന്നായി ഒന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ തോണ്ടേക്കിനെയും വിടരുത്. ക്വസ്റ്റ്യൻ 33. ദ ടേം സ്പോണ്ടേനിയസ് റിക്കവറി റിലേറ്റഡ് വിത്ത് അപ്പാരൻറ്റ് കണ്ടീഷനിങ്, സോഷ്യൽ ലേണിംഗ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, കോഗ്നിറ്റീവ് ലേണിംഗ്. ഓപ്ഷൻ സി ക്ലാസിക്കൽ കണ്ടീഷനിങ്. സ്പോണ്ടേനിയസ് റിക്കവറി. ഓക്കെ. Question 34. Who among the following does not belong to constructive approach of learning? Constructive approach of learningil പെടാത്ത ആളാരാണെന്നാണ് പറയേണ്ടത്. ബ്രൂണർ, പിയാഷെ, വൈഗോട്സ്കി, തോണ്ടേക്ക്. ഇതിലേതായിരിക്കും? ഓപ്ഷൻ ഡി തോണ്ടേക്ക് ആണ് കൺസ്ട്രക്റ്റീവ് അപ്രോച്ചിൽ പെടാത്ത ആൾ. ഓക്കെ. Question 35. The law of organization is the key factor of learning by constructivism, Gestalt theory, connectionism, associationism. ഓപ്ഷൻ ബി ഗെസ്റ്റാൾട്ട് തിയറിയുമായി ബന്ധപ്പെട്ടതാണ് ലോ ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ. അപ്പോൾ അത് മറക്കരുത്. ഗെസ്റ്റാൾട്ട് തിയറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ലോ ഓഫ് ഓർഗനൈസേഷൻ. Question 36. Creating a computer program to explain the phenomena earthquake is an example of training, workshop, simulation, instruction. earthquake എന്നൊരു ഫിനോമിനെ കുറിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാം യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുമല്ലോ, അത് ഏതിന് എക്സാമ്പിളാണ്? ട്രെയിനിങ് ആണോ, വർക്ക്ഷോപ്പ് ആണോ, സിമുലേഷൻ ആണോ, ഇൻസ്ട്രക്ഷൻ ആണോ? ഓപ്ഷൻ സി സിമുലേഷൻ. Question number 37. The fifth development stage of Erikson is featured by establish intimate relationship, contribute to society, sense of self, sense of accomplishment. അപ്പോൾ എറിക്സൻ്റെ 5th ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതേതാണ്? ഓപ്ഷൻ ബി കോൺട്രിബ്യൂട്ട് ടു സൊസൈറ്റി. അതാണ് 5th ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് ഓഫ് എറിക്സൺ. Question number 39. The important skill of a ICT enabled classroom teacher is ഇൻസ്ട്രക്ടർ, ട്രെയിനർ, കൊളാബറേറ്റർ, മോട്ടിവേറ്റർ. വളരെ എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. അതേതാണ്? ഓപ്ഷൻ സി കൊളാബറേറ്റർ. Question number 39. The term micro teaching is associated with Skinner, Dwight W. Allen, Kurt Lewin, Robert Sternberg. അതും വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ആൻസർ ഇസ് ഓപ്ഷൻ ബി
Dwight W. Allen. Final question from the adolescent psychology. 40th question. Who is considered as the pioneer in the scientific study of adolescence? Jean Piaget, Sigmund Freud, Erik Erikson, Stanley Hall. Option D, Stanley Hall, as the pioneer in the scientific study of adolescence.